അശ്ലീല ദൃശ്യങ്ങൾ ഭർത്താവ് വെബ്സൈറ്റുകൾക്ക് വിറ്റുവെന്ന പരാതിയുമായി യുവതി. കൊല്ലം സ്വദേശിനിയാണ് പരാതിക്കാരി. വിദേശത്ത് ഒരുമിച്ച് താമസിക്കവേ ഭർത്താവ് പകർത്തിയതാണ് ദൃശ്യങ്ങൾ. നാട്ടിലെത്തിയ ശേഷം ഭർത്താവിനെ കൗൺസിലിംഗിന് വിധേയനാക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ക്രൂരമർദ്ദനമേറ്റ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കിടപ്പറ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് പോൺ സൈറ്റുകളിൽ പ്രസിദ്ധപ്പെടുത്തി എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ഭർത്താവിനെതിരെ ഭാര്യ ഉന്നയിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. പരാതിയിന്മേലുള്ള അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ സംഭവം നടക്കുന്നത് വിദേശത്താണ്. ഭാര്യയും ഭർത്താവും വിദേശത്ത് ദീർഘനാളായി അവർ അവിടെ ജോലി ചെയ്ത് താമസമായവരാണ്. അപ്പോൾ അവരുടെ കിടപ്പുമുറിയിലെ ദൃശ്യങ്ങളാണ് മൊബൈൽ ഫോണിൽ ഭർത്താവ് ചിത്രീകരിക്കുകയും മറ്റ് ഫോൺ സൈറ്റുകളിൽ അത് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഈ യുവതിയുടെ ചില സുഹൃത്തുക്കൾ മുഖേനയാണ് ഈ ഒരു സംഭവം തന്നെ യുവതി അറിയുന്നത്. അറിഞ്ഞപ്പോൾ തന്നെ ഈ കുടുംബവുമൊത്ത് യുവതി നാട്ടിലെത്തുകയും ചെയ്തു. അങ്ങനെ ഭർത്താവിനെ കൗൺസിലിങ്ങിന് വിധേയനാക്കിയിരുന്നു. 1-2 കൗൺസിലിംഗ് കൊടുത്തു. തുടർന്ന് കൗൺസിലിങ്ങിനായിട്ട് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച സമയത്ത് ഇയാൾ പ്രകോപിതനാവുകയും ഈ യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ക്രൂരമായി മർദ്ദനത്തിനിരയായ യുവതി ഇപ്പോഴും കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. തുടർന്നാണ് ഇവർ പരാതി നൽകാൻ തയ്യാറായത്. ഇവർക്കൊരു 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് പോലും ലൈംഗിക ചേഷ്ടയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ടാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ യുവതിയുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. പ്രാഥമിക ഘട്ടമാണ്. തുടർന്നാകും ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുക. കാരണം ഇത് ഏത് സൈറ്റിലാണ് അപ്ലോഡ് ചെയ്തത്, ഏത് ഫോണിലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്, എന്തിനായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയത്, അതുപോലെ തന്നെ മറ്റ് ഫോൺ സൈറ്റുകളിൽ ഈ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഇയാൾക്ക് എത്ര മാത്രം വരുമാനം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് മറ്റ് വരുമാനം ഉദ്ദേശിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നീങ്ങിയത്, ഇതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും റാക്കറ്റുകൾക്ക് ബന്ധമുണ്ടോ എന്നതടക്കമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇത് നീങ്ങുന്നതോടൊപ്പം തന്നെ ഈ ഒരു വിഷയവും വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എസ് വിനീഷ്, ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.